ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഹിസ്റ്റോറിക്സ്. നമ്മുടെ HSC സോഷ്യൽ സയൻസിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ആൻഡ് ആ ഹിസ്റ്ററിയുടെ അകത്ത് തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും അതേസമയം ഏറ്റവും നിർണായകവുമായിട്ടുള്ള ഒരു ഏരിയയാണ് ഡെഫിനിഷൻസ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം HSC എക്സാം എന്ന് പറയുന്നത് മലയാളത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡെഫിനിഷൻസിനെ മലയാളത്തിൽ പഠിക്കണം. ചരിത്രത്തിൻ്റെ നിർവചനങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ പഠിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു സംഗതിയാണ് ഡെഫിനേഷൻ. അതായത് ക്ലാഷ് ആയി പോകും, ആരാണ് പറഞ്ഞത് എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ സാധ്യത ഉള്ള ഒരു സംഗതി കൂടിയാണ് ഡെഫിനേഷൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാനും മറന്നു പോവാതിരിക്കാനൊക്കെ ഉള്ള കുറച്ചുകൂടി ട്രിക്കുകൾ കൂടി ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു സെഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. നമ്മുടെ ആദ്യത്തെ ഡെഫിനേഷൻ വരുന്നത് അരിസ്റ്റോട്ടിലിൻ്റെ ഡെഫിനേഷനാണ്. അരിസ്റ്റോട്ടിൽ പറഞ്ഞ എത്രയേ ഉള്ളൂ, ഒരിക്കലും മാറാത്ത ഭൂതകാലത്തെക്കുറിച്ചുള്ള പ്രസ്താവനയാണ് ചരിത്രം. അപ്പോൾ നമ്മൾ ആലോചിക്കുക, അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ ക്ലാസിക് ഗ്രീക്ക് സമയത്ത് ജീവിച്ചിരുന്ന ആളാണ് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. ഏതാണ്ട് BC 384 സമയത്തൊക്കെയാണ് അരിസ്റ്റോട്ടിൽ ജനിക്കുന്നത്. ആ അരിസ്റ്റോട്ടിലിനെ പറ്റി ഇപ്പോഴും നമ്മൾ ഒരു മാറ്റവും കൂടാതെ അന്ന് മുതൽ ഇന്ന് വരെ അല്ലെങ്കിൽ ഇനി അങ്ങോട്ടും എന്ത് ചെയ്യും, ഒരു മാറ്റവും കൂടാതെ ഒരിക്കലും മാറാത്ത രീതിയിൽ അരിസ്റ്റോട്ടിലിനെ പറ്റി പഠിക്കുന്നുണ്ട്. സോ ആ അരിസ്റ്റോട്ടിലാണ് ചരിത്രത്തിനെ പറ്റി എന്ത് പറഞ്ഞത്, ഒരിക്കലും മാറാത്ത ഭൂതകാലത്തെക്കുറിച്ചുള്ള പ്രസ്താവനയാണ് ചരിത്രം എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ്. സോ ഓർത്തു വെക്കുക, അരിസ്റ്റോട്ടിൽ അന്നും ഇന്നും ഒരുപോലെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരിക്കലും ഒരു മാറ്റവും ഇല്ലാത്ത രീതിയിലാണ്. സോ അയാൾ അങ്ങനത്തെ ഒരു അഭിപ്രായമാണ് ചരിത്രത്തിനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ഒരു ഡെഫിനേഷൻ വരുന്നത് ഹെൻറി ജോൺസന്റെ ഒരു ഡെഫിനേഷനാണ്. അദ്ദേഹം പറഞ്ഞത്രേ ഉള്ളൂ, എന്നെങ്കിലും എവിടെയെങ്കിലും സംഭവിച്ചതെല്ലാം ചരിത്രമാണ്, ഒന്നും ഒഴിവാക്കിയിട്ടില്ല. ഓക്കെ, എന്നെങ്കിലും എവിടെയെങ്കിലും സംഭവിച്ചതെല്ലാം ചരിത്രമാണ് എന്ന് പറഞ്ഞത് ഹെൻറി ജോൺസൺ ആണ്. സോ നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കുക, എൻഡ് ഇല്ല. ഓക്കെ, എൻഡ് ഇല്ല, എല്ലാം അതിനകത്തുണ്ട്, എന്നും എവിടെയും സംഭവിച്ചതൊക്കെ ഉൾക്കൊള്ളിക്കുന്ന രീതിയിലാണ് ഹെൻറി ജോൺസൺ പറഞ്ഞത്. സോ എൻഡ് ഇല്ലാത്ത രീതിയിലാണ് ഹെൻറി ജോൺസൺ പറഞ്ഞത് എന്നുള്ളത് ആലോചിച്ച് വെക്കുക. എന്തെങ്കിലും എവിടെയെങ്കിലും സംഭവിച്ചതെല്ലാം ചരിത്രമാണ് എന്നുള്ള ഒരു എൻഡില്ലാത്ത രീതിയിലാണ് ആര് പറഞ്ഞത്, ഹെൻറി ജോൺസൺ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തൊരു ഡെഫിനേഷൻ വരുന്നത് ലോർഡ് ആക്ടന്റെ ഡെഫിനേഷനാണ്. അദ്ദേഹം പറഞ്ഞത്രേ ഉള്ളൂ, മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ അനാവരണമാണ് ചരിത്രം. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് പഠിക്കാൻ വേണ്ടി പറയുന്ന സംഗതിയാണ്. അതായത് ലോർഡാണ് ആള്, അല്ലെ? ലോർഡ് എന്ന് വെച്ചാൽ പ്രഭു. എന്നിട്ട് ഈ പ്രഭു ആണ് എന്തിനെ പറ്റി പറയുന്നത്, മനുഷ്യ സ്വാതന്ത്ര്യത്തിനെ പറ്റി പറയുന്നത്. ലോർഡ് ആക്ടൺ സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല എന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. പക്ഷെ പഠിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പറയാം. അതായത് ലോർഡ് എന്നുള്ള പേരൊക്കെ ഇട്ടിട്ട് ആളെന്താണല്ലോ കുറച്ചുകൂടി വൈരുദ്ധ്യമായിട്ടുള്ള പ്രസ്താവനയാണ് നടത്തുന്നത്. മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ അനാവരണമാണ് ചരിത്രം എന്നുള്ളത് ആരാണ് പറഞ്ഞിട്ടുള്ളത്, ലോർഡ് ആക്ടൺ. ആക്ടൺ പ്രഭുവാണ് ചെയ്തിട്ടുള്ളത്. മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ അനാവരണമാണ് ചരിത്രം. ആ ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക. റിയാലിറ്റി അങ്ങനെ ആയിരുന്നില്ല, ബട്ട് പഠിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു എന്നുള്ളൂ. സോ ലോർഡ് എന്ന് പറയുമ്പോൾ പ്രഭുവാണ്, ആൾക്കാരെ സ്വാതന്ത്ര്യമൊക്കെ അടിച്ചമർത്തുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ ഇവിടെ എന്താണ്, ലോർഡ് ആക്ടൺ പറയുന്നത് മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ അനാവരണമാണ് ചരിത്രം എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് വെൽഡ്യൂറന്റിന്റെ ഡെഫിനേഷനാണ്. വെൽഡ്യൂറന്റ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, യുഗപരമ്പരകളിലൂടെ മനുഷ്യൻ ആർജിച്ച സംസ്കാരത്തിന്റെ കഥയാണ് ചരിത്രം. ഇത്ര ആലോചിക്കുക, വെൽഡ്യൂറന്റ്, ഒരുപാട് ഡ്യൂറേഷൻ. ഓക്കെ, വലിയ ഡ്യൂറേഷൻ, അതായത് യുഗപരമ്പരകൾ, വലിയൊരു ഡ്യൂറേഷൻ എന്നുള്ള രീതിയിൽ ഓർക്കുക. യുഗപരമ്പരകളിലൂടെ മനുഷ്യൻ ആർജിച്ച സംസ്കാരത്തിന്റെ കഥയാണ് ചരിത്രം എന്ന് പറഞ്ഞത് വെൽഡ്യൂറന്റ് ആണ്. ഇത്രയും വലിയ ഡ്യൂറേഷൻ ഉള്ള ആളാണ് എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക. ഇനി അടുത്തത് വർത്തമാനകാലവും ഭൂതകാലവും തമ്മിലുള്ള നിരന്തരമായ സംഭാഷണമാണ് ചരിത്രം. ഇത് പിന്നെ ആരാ പറഞ്ഞതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. EHക്കാർ നമുക്കെല്ലാവർക്കും ഏത് ഉറക്കത്തിൽ എണീപ്പിച്ച് ചോദിച്ചു കഴിഞ്ഞാലും വളരെ കൂളായിട്ട് നമ്മൾ പറയുന്ന സംഗതിയാണ്. ഇനി അടുത്ത ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് മനുഷ്യനെ വിവേകിയാക്കുന്ന വിജ്ഞാന ശാഖയാണ് ചരിത്രം. ഇത് പറഞ്ഞത് ഫ്രാൻസിസ് ബേക്കൺ ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഫ്രാൻസിസ് അല്ലെ, ഫ്രാൻസിസ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഫ്രാൻസ് എന്നുള്ളതിലേക്ക് കണക്ട് ചെയ്യുക. ആൻഡ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത് ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി തുടങ്ങിയിട്ടുള്ള ഐഡിയാസ് മനുഷ്യ അല്ലെങ്കിൽ മാനവരാശിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഇവൻ്റ് ആണ്. ആൻഡ് മനുഷ്യന്മാരെ വിവേകിയാക്കി മാറ്റിയിട്ടുള്ള ഒരു ഇവൻ്റ് കൂടിയാണ് എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക. സോ മനുഷ്യനെ വിവേകിയാക്കുന്ന വിജ്ഞാന ശാഖയാണ് ചരിത്രം എന്ന് പറഞ്ഞത് ആ ഒരു ഫ്രാൻസിസ് ബേക്കൺ അല്ലെങ്കിൽ ഫ്രാൻസ് എന്നുള്ളതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഓർത്തു വെക്കുക. ഫ്രാൻസിസ് ബേക്കൺ ആണ് അത് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ഒരു ഡെഫിനേഷൻ വരുന്നത്
ഫിൻലേയുടെ ഡെഫിനേഷനാണ്. അദ്ദേഹം പറഞ്ഞത്രേ ഉള്ളൂ, കാര്യകാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കപ്പെട്ട സംഭവങ്ങളുടെ സമാഹാരമാണ് ചരിത്രം. ഓക്കെ, അതായത് ഇത്ര ആലോചിക്കാം. ഫിൻലാൻഡ് നിങ്ങൾക്ക് അറിയാലോ, സ്കാൻഡിനേവിയൻ കൺട്രിയാണ്. സ്കാൻഡിനേവിയയിൽ പൊതുവെ അവർ കാര്യകാരണങ്ങളൊക്കെ നോക്കി അല്ലെങ്കിൽ കുറച്ചുകൂടി യുക്തിഭദ്രമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യാറുള്ളത്. ബ്ലൈൻഡ് ആയിട്ട് ഒന്നും ഇങ്ങനെ ബിലീവ് ചെയ്യുന്ന ആൾക്കാരല്ല. ഓക്കെ, പറഞ്ഞു വന്നത്രേ ഉള്ളൂ. സോ ഫിൻലേയുടെ അഭിപ്രായത്തിൽ, നിങ്ങൾ ഫിൻലേ എന്നുള്ളതിനെ ഫിൻലാൻഡിലേക്ക് കണക്ട് ചെയ്യാം. സോ ഫിൻലേയുടെ അഭിപ്രായത്തിൽ കാര്യകാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കപ്പെട്ട സംഭവങ്ങളുടെ സമാഹാരമാണ് ചരിത്രം. ആ ഒരു കാര്യകാരണങ്ങളും ഫിൻലാൻഡും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എക്സാമിൽ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു ഡെഫിനേഷൻ വരുന്നത് നമ്മുടെ ഫോമർ പ്രൈം മിനിസ്റ്റർ ആരാണ്, ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്, ചരിത്രം വികസിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യ മഹാനാടകമാണ്. നെഹ്റുവിനെ നമുക്കറിയാം, വികസനം സ്വപ്നം കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാരുടെയൊക്കെ വികസനം സ്വപ്നം കണ്ട് IITക്കും ഈ പറഞ്ഞ ഡാമുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ആളാണ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത്. സോ നെഹ്റു പറഞ്ഞത് ചരിത്രം വികസിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യ മഹാനാടകമാണ്. ഈ ഒരു വികസനം, ആ ഒരു വികാസം, മനുഷ്യന്മാർ എന്നുള്ളതൊക്കെ വെച്ചിട്ട് ആലോചിക്കുക. സോ ദാറ്റ് ഈസ് നെഹ്റു. ഇനി അടുത്ത ഒരു ഡെഫിനേഷൻ വരുന്നത് ഡയനീഷ്യസിന്റെ ഡെഫിനേഷനാണ്. അദ്ദേഹം പറഞ്ഞത്രേ ഉള്ളൂ, ഉദാഹരണങ്ങളിലൂടെ പഠിപ്പിക്കുന്ന തത്വശാസ്ത്രമാണ് ചരിത്രം. സെഡ് ബൈ ഡയനീഷ്യസ്. ഇനി ലാസ്റ്റത്തെ ഒരു ഡെഫിനേഷനാണ് തോമസ് കാർലൈൻ അല്ലെങ്കിൽ തോമസ് കാർലൈൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ മറ്റൊരു ഡെഫിനേഷനാണ്, ഇവിടെ പറയാത്തൊരു ഡെഫിനേഷനാണ്, ഹിസ്റ്ററി ഈസ് നത്തിങ് ബട്ട് ദി ബയോഗ്രഫി ഓഫ് ഗ്രേറ്റ് മാൻ. ഗ്രേറ്റ് മാൻ്റെ ചരിത്രമാണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ളതും തോമസ് കാർലൈൻ ആണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു അഭിപ്രായമാണ്, മനുഷ്യ ചിന്തയുടെ പ്രാചീനമായ രൂപമാണ് ചരിത്രം എന്ന് പറയുന്നതും ആരാണ്, തോമസ് കാർലൈൻ ആണ്. സോ വളരെ പ്രധാനപ്പെട്ട ചരിത്രത്തിന്റെ ഡെഫിനേഷൻസ് ഒക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ചെറിയൊരു ടൈം പീരീഡിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ ചുരുങ്ങിയ പക്ഷം നമ്മൾ പഠിച്ചു വെക്കണം എന്നുള്ളത് തന്നെയാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറന്നു പോകാതിരിക്കുക. ആൻഡ് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ് ടു യു. ആൻഡ് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ഭാഗമല്ല നിങ്ങളെങ്കിൽ ഞാനിതിൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അതിൽ ജോയിൻ ചെയ്യാം. നമ്മൾ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള നെറ്റ് സെറ്റ്, അതുപോലെയുള്ള HSST, HSA, CUET ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എക്സാമുകളുടെയൊക്കെ മെറ്റീരിയൽസും പോൾ ക്വസ്റ്റ്യൻസും ഒക്കെ അതിനകത്ത് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഒരു ലിങ്ക് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, അതിനകത്ത് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ ഒരു സെഷനോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.